നമസ്കാരം സാർ. നമസ്കാരം. സാറേ, അങ്ങ് ഒരു പ്രവാസി ജീവിതം നയിച്ചയാളാണ്, വ്യവസായിയാണ്. നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തും അങ്ങേക്ക് വ്യവസായ സംരംഭങ്ങളുണ്ട്. 2014 മുമ്പും ശേഷവും 2014 നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഇന്ത്യയിൽ അധികാരമേൽക്കുന്നു. അപ്പോൾ ആ കാലത്തിന് മുമ്പും പിമ്പും ഉള്ള ഒരു വ്യവസായ അന്തരീക്ഷം രാജ്യത്തിനുള്ളിൽ, നമ്മുടെ കേരളത്തിനുള്ളിൽ, ഇന്ത്യക്ക് പുറത്ത് അങ്ങേക്കൊന്ന് ലഘുവായിട്ടൊന്ന് വിശദീകരിക്കാം. ഇനി അങ്ങോട്ട് വരുന്ന ചരിത്രത്തിൽ നമ്മൾ കുട്ടികൾ പഠിക്കാൻ പോകേണ്ടത് ഇന്ത്യയുടെ ചരിത്രം പറയുമ്പോൾ അത് 2014 മുന്നും 2014 ശേഷവും എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ്. 2014 മുന്നേ ഞാൻ 1999 പ്രവാസിയാണ്. അപ്പം നമുക്കത് വ്യക്തമായിട്ട് അറിയാം അവിടെ എന്തായിരുന്നു ഒരു ഇന്ത്യക്കാരനുള്ള സ്ഥാനം, ഒരു ഇന്ത്യൻ പ്രവാസിക്ക് വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന ബഹുമാനം എന്തായിരുന്നു, അല്ലെങ്കിൽ സ്ഥാനം എന്തായിരുന്നു എന്നുള്ളതും പരിഗണന എന്തായിരുന്നു എന്നുള്ളതും, അതേപോലെ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മളിപ്പോൾ അവിടെ ഇന്ത്യൻ എംബസി പോലുള്ള സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ പരിഗണന, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ 2014 ശേഷം വന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ. ഒന്നാമത് ഈ ഗൾഫ്, UAE, GCC നാടുകളിലൊക്കെ ഇന്ത്യക്കാർക്ക് ഒരു വിലയും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. ഐ മീൻ, എല്ലാ ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, സാധാരണക്കാരായ ആൾക്കാർക്ക് അവരുടെ കാര്യങ്ങൾ ഈവൻ ഇന്ത്യൻ എംബസികളിൽ പോയിട്ട് നടത്താൻ ശ്രമിച്ചാൽ തന്നെ അത് നടക്കാൻ ഒരുപാട് തവണ കയറി ഇറങ്ങുകയും അത് നടന്നു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അതേസമയം ഇപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്, നമ്മൾ എല്ലാം ഓൺലൈനിൽ കൂടെയാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ഇന്ത്യൻ എംബസിയിൽ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യൻ എംബസി ഏൽപ്പിച്ചിരിക്കുന്ന ഏജൻസികളിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ വളരെ വ്യത്യാസമാണ്. ഈ ഇന്ത്യൻ എംബസിയുടെ കാര്യം മാത്രമല്ല, GCCയിൽ പൊതുവെയുള്ള GCC നാഷണാലിറ്റീസ് അവരെ നമ്മളെ കാണുന്ന രീതി, എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. സൗദി അറേബ്യ ആയിരുന്നു ഏറ്റവും, പിന്നെ നമുക്കറിയാം, ഒരു ട്രഡീഷണലായിട്ട് നിന്നിരുന്ന ഒരു രാജ്യം. അവരെല്ലാം മാറി ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അതിന് കാരണം നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ എല്ലാ രാജ്യങ്ങളിലുള്ള സന്ദർശനവും അവിടുത്തെ ലോക നേതാക്കളെ കണ്ടുള്ള ചർച്ചകളും അവരുമായിട്ട് ഏർപ്പെട്ടിരിക്കുന്ന കരാറുകളും ഇതെല്ലാം ഇതിൻ്റെ ഒരു ഇഫക്റ്റാണ്. സാർ, ഈ 2014 മുമ്പും ശേഷവും ഒരു പ്രവാസി ഇന്ത്യക്കാരൻ്റെ സുരക്ഷയെക്കുറിച്ച് ഒന്ന് പറയാം. തീർച്ചയായും. പണ്ട് നമുക്ക് ഒരു പ്രശ്നം വരികയാണെങ്കിൽ, ഒരാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിച്ച് കിട്ടാൻ പല വാതിലുകൾ മുട്ടിയാലും പരിഹരിച്ച് കിട്ടാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ 2014 ശേഷം ഉണ്ടായ പല യുദ്ധങ്ങളും, ഗൾഫിലുണ്ടായിരുന്ന പല ആക്രമണങ്ങളും എല്ലാം ആ സമയത്ത് നമുക്ക് വളരെ ഫലപ്രദമായി ഇവിടുന്ന് ആൾക്കാരെ അയക്കാനും അവരെ അവിടുന്ന് സുരക്ഷിതരായി ഒഴിപ്പിച്ചു കൊണ്ടുവരാനും ഒക്കെ കഴിയും. ഇതൊന്നും നമ്മൾ നേരത്തെ കേട്ടിട്ടില്ല, നേരത്തെ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്കും അവരുടെ സൗകര്യങ്ങൾക്കും പരിഗണന കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റായി ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പുതിയ നയത്തിൽ ഈ ജനങ്ങൾ, ഈ വിദേശത്തുള്ള ജനങ്ങൾ, പ്രവാസികൾക്ക് ഇപ്പോൾ പേടിയില്ല. അവർക്ക് എന്തെങ്കിലും ആവശ്യം ധൈര്യസമേതം പോവാം. മാത്രമല്ല, എന്തെങ്കിലും പ്രശ്നത്തിൽ പെടുകയാണെങ്കിൽ തന്നെ അവർക്ക് ഒരു ഉറപ്പുണ്ട്, സർക്കാർ അതിൽ ഇടപെടും. ഇവൻ ഒരാളുടെ കാര്യത്തിലായാലും ശരി, 100 ആളുടെ കാര്യത്തിലായാലും ശരി, സർക്കാർ ഇടപെട്ട് അതിനുവേണ്ട തീരുമാനം ഉണ്ടാക്കും എന്നൊരു പ്രതീക്ഷയും ഒരു അനുഭവം, ഒരു കരുത്താണ്. തീർച്ചയായിട്ടും വളരെ വലിയൊരു കരുത്താണ്. സർ, നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ വാസ്തവത്തിൽ പ്രവാസികളാണ് കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ 52% സംഭാവന ചെയ്യുന്നത്. അങ്ങനെ കേരളത്തിൽ ഈ മടങ്ങിയെത്തുന്ന, പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിയെത്തുന്ന, അങ്ങിവിടെ വ്യവസായമുള്ള ഒരാൾ കൂടി ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, വരുന്ന ഒരാളിന് കേരളം എത്ര സുരക്ഷിതമാണ്, എത്ര ഊഷ്മളമാണ്, എത്രത്തോളം കേരളത്തിൽ വിജയിക്കാൻ കഴിയും? അതിൽ ഒരു കാര്യം, ഈ ഗൾഫിൽ ബിസിനസ് ചെയ്തും ജോലി ചെയ്തും കുറേ കാലം താമസിച്ച ഒരു വ്യക്തിക്ക് കേരളത്തിൽ വന്നിട്ട് ഒരു സ്വന്തമായിട്ടൊരു സംരംഭം തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
കേരളത്തിലെന്നല്ല, എനിക്ക് തോന്നുന്നത് ഏത് രാജ്യക്കാർക്കും ഉണ്ടാകുന്ന ഒരു വിഷയമാണത്. കാരണം ഗൾഫിലത്തെ ആ രീതികളും അതല്ല മറ്റൊരു രാജ്യത്തുണ്ടാവുക. ഈവൻ ഞാൻ ജനിച്ചു വളർന്ന നാട് കേരളമാണ്, എനിക്ക് തിരിച്ചു വന്ന് എനിക്കവിടെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ തെറ്റാണ്. നമ്മൾ ഒരുപാട് കാലം വിദേശത്ത് പണിയെടുത്ത് നമ്മൾ അവിടുത്തെ സിസ്റ്റവുമായിട്ട് ഇഴുകിച്ചേർന്ന് പോയതാണ്. അത് നമുക്ക് പരിചയമുണ്ട്. അതേസമയം കേരളത്തിലെ സിസ്റ്റംസ്, ഇന്ത്യയിലെ എല്ലായിടത്തുള്ള സിസ്റ്റംസ് വ്യത്യാസമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സാധനം. കോമ്പറ്റീഷൻ നമുക്കിവിടെ കോമ്പറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ വലിയ പാടാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഇവിടെ അടിച്ചു വളർന്ന ആൾക്കാർക്കാണ് അതിന് പറ്റുള്ളൂ, പിടിച്ചു നിൽക്കാൻ പറ്റും. സാർ, അതും നമ്മുടെ വ്യവസായ സൗഹൃദ അന്തരീക്ഷവും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? അതായത് ഈ ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷമല്ല കേരളത്തിലുള്ളതെന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. അതാണോ അതിന്റെ കാരണം? വ്യവസായ സൗഹൃദ അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത് എന്നതിനെ കുറിച്ച് എനിക്ക് ഒരു അഭിപ്രായമില്ല. വ്യവസായങ്ങളുണ്ട്, അതൊക്കെ അതിൻ്റെതായ രീതിയിൽ അങ്ങനെ പോകുന്നു. നമ്മുടെ കേരളത്തിൽ എത്ര വലിയ വ്യവസായ സത്യത്തിൽ സാർ, കേരളത്തിൽ വ്യവസായം അല്ല ഉള്ളത്. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. തീർച്ചയായും. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അരി പോലും ആന്ധ്രാക്കാരൻ്റെത് വന്നാലേ മലയാളിക്ക് ഉണ്ണാൻ പറ്റൂ. അതാണ് അവസ്ഥ. നമുക്ക് എത്ര അരി ആവശ്യമുണ്ടോ അതിന്റെ 5% ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി 95% നമ്മൾ വരുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഈ പറയുന്നത് പോലെ ഒരു വ്യവസായമല്ല. നമ്മളിവിടെ വാങ്ങുന്നുണ്ട്, കൺസംഷനാണ് നടക്കുന്നത്. ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് പരിപൂർണമായി. എങ്കിലും എന്റെ ചോദ്യം, ഇപ്പോൾ സർക്കാർ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് വ്യവസായങ്ങൾ കൊണ്ടുവരാൻ. കൃഷി, വ്യവസായം, സ്വൈരവും സമാധാനമുള്ള ഒരു ജീവിതം, ഇതാണ് തിയറി. കൃഷി ഇല്ലാത്തടത്ത് എങ്ങനെ വ്യവസായം ഉണ്ടാവും? വ്യവസായം ഇല്ലാത്തടത്ത് എങ്ങനെ സ്വൈരവും സമാധാനം ഉണ്ടാവും? ഈ ചോദ്യം മലയാളിയെ കൃത്യമായിട്ട് അലട്ടുന്നുണ്ട്. എങ്കിലും ഈ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിൽ ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഇല്ലേ? അങ്ങേക്ക് ഒരു വ്യവസായി എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ചും ഇന്ത്യക്കകത്തും പുറത്തും ബിസിനസ് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയും? അതായത് ഇപ്പൊ ഏത് വ്യവസായം എടുത്താലും, ഇപ്പൊ കൃഷിയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ കൃഷിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, പച്ചക്കറികളും, നെല്ലും അരിയും എല്ലാം അടക്കം പുറത്തുനിന്നാണ് വരുന്നത്. നമുക്കിവിടെ ഒരു കൃഷി വകുപ്പുണ്ട്, അതിനൊരു മന്ത്രിയുണ്ട്. അതുപോലെ വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ തുടങ്ങാൻ, ഇവിടുത്തെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല, നമ്മുടെ ഒരു വ്യവസായി സാബു ജേക്കബ്, അദ്ദേഹം ഇവിടുന്ന് വിട്ടുപോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ കൊത്തിക്കൊണ്ടുപോകാൻ വേറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ? അതുപോലെ ജലസേചന വകുപ്പ്, കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പാണ് ജലസേചന വകുപ്പ്. പല സ്ഥലങ്ങളിലും വെള്ളം കിട്ടാതെ കൃഷി നശിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. കുടിവെള്ളം തന്നെ കിട്ടാനില്ല. അപ്പൊ അതിപ്പോ നമുക്ക് കാണാം, ഇപ്പൊ റോഡ് സൈഡിൽ കൂടെ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും, പലയിടത്തും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടിയും വാൾവുകൾ പൊട്ടിയും ഒക്കെ വെള്ളം ഇങ്ങനെ. എനിക്ക് പരിചയമുള്ള ഞങ്ങളുടെ അടുത്ത് തന്നെ കഴിഞ്ഞ 6 മാസമായിട്ട് വെള്ളം ലീക്കായി റോഡിലൂടെ ഒരു ചാലിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വാട്ടർ അതോറിറ്റിയിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിരുന്നു പലതവണ, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാൻ അവർക്ക് ഇമെയിൽ അയച്ചു, വാട്സപ്പിൽ കംപ്ലൈന്റ് ചെയ്തു, നോ റെസ്പോൺസ്. ഒരാൾ വിളിച്ചു ചോദിച്ചു, ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വിളിച്ചത്, മാസങ്ങൾക്ക് ശേഷം, അത് ശരിയായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവുന്ന, ആരെങ്കിലും വന്ന് റിപ്പയർ ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പൊ ഇതെല്ലാം നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സാർ ആലോചിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഭരണപരാജയമല്ല, ഒരു വിഷണറിയുള്ള ഒരു നേതൃത്വത്തിന്റെ അഭാവമാണ് ശരിക്കും. എനിക്കിത് ചെയ്യണം, ഈ കാര്യം എനിക്ക് ചെയ്ത് കാണിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവർക്കാവാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? എൻ്റെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തണം. എൻ്റെ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കൃഷി വകുപ്പ് എന്നുള്ളൊരു വകുപ്പ് എന്തിനാണ് കേരളത്തിൽ? കേരളം പോലുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനത്ത് കൃഷി വകുപ്പിന്റെ ആവശ്യമേ ഇല്ല. കുറേ വെള്ളാനകളെ തീറ്റിപ്പോറ്റാമെന്നല്ല, അവർക്ക് ശമ്പളവും പെൻഷനും കൊടുത്ത് തീറ്റിപ്പോറ്റാമെന്നല്ലാതെ കൃഷി വകുപ്പ് കൊണ്ട് ഗുണം കിട്ടിയ ഏതെങ്കിലും കർഷകരെ പറയാമോ? വളരെ വിരലിലെണ്ണാവുന്ന കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ നേതൃത്വത്തിലിരിക്കുന്നവർക്ക്, അവർക്ക് ഇത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇച്ഛാശക്തിയില്ല, അവരുടെ ആ വിഷനില്ല. ഇത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ അവർക്ക് അത് അറിയാഞ്ഞിട്ടാവാം. എങ്ങനെ കറക്റ്റ് ചെയ്യണം, ഇതെങ്ങനെ നേരെയാക്കി എടുക്കണം എന്ന് അറിയാതിരിക്കുമ്പോൾ അവരെന്താ വിചാരിക്കുന്നത്? എങ്ങനെയെങ്കിലും ഉദ്യോഗസ്ഥന്മാര് അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് പോട്ടെ എന്നൊരു വിചാരിച്ചിട്ടാവാം. വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ. എങ്ങനെയാണ് അവർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായ്മ വരുന്നത്?
ആ ക്വാളിഫൈഡ് നേതൃത്വം അവിടെ ഇല്ലാത്തതുകൊണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തില് ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ അംഗങ്ങൾക്കും, അതായത് പഞ്ചായത്ത് തലം തൊട്ട് ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും ഒരു മിനിമം ഒരു യോഗ്യത കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പരിശീലനം കൊടുക്കണം. മാത്രമല്ല മിനിമം ഒരു യോഗ്യതയെങ്കിലും വെക്കണം. നമ്മൾ ഈ ഇപ്പോഴും നിങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും, ഇത്തവണത്തെ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് മെമ്പേഴ്സ് ആയതിൽ പലർക്കും എഴുതാനും വായിക്കാനും പോലും അറിയാത്ത ആൾക്കാരുണ്ട്. കേരളം 100% സാക്ഷരത എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ യാഥാർത്ഥ്യം അതല്ലല്ലോ. പല ആൾക്കാർക്കും അറിയുന്നില്ല. പഞ്ചായത്ത് ഓഫീസിൽ പോയ പല മെമ്പർമാർക്കും എന്താണ് പറയേണ്ടത്, അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അതിനൊരു ട്രെയിനിങ് കൊടുക്കുക. അതേപോലെ ഇതേ സാഹചര്യം ഇപ്പൊ നമ്മൾ UP, ഗുജറാത്ത് ഒക്കെ എടുത്താൽ അവിടെ വാസ്തവത്തിൽ ഈ പറഞ്ഞ സാക്ഷരത പോലും ഇല്ലാത്ത ആൾക്കാർ ഉള്ള സംസ്ഥാനമാണ്. പക്ഷെ അവിടെയൊക്കെ പലപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ അത്ഭുതപ്പെടും. ചില പഞ്ചായത്തുകളിലേക്ക് ഞാൻ നേരിട്ട് യാത്ര ചെയ്ത് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിന് കാരണം എന്താണ്? അവിടെ ഈ പറഞ്ഞ വിഷനുള്ളൊരു നേതാവ് ഉണ്ടാവും. അതാണ് വിഷനുള്ള നേതാക്കൾ. അതായത് ഞാൻ എന്ത് ചെയ്യും, 5 വർഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ലക്ഷ്യം എന്താണ്, വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ആ ഗോൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് അവർ ഈ 5 വർഷം ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് ആദ്യമേ അവരൊരു ലിസ്റ്റ് ചെയ്യണം. അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്കുണ്ട് ഈ പ്ലാനിങ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട്. പ്ലാനിങ് കമ്മീഷൻ എന്തിനാണ്? എന്ത് പ്ലാനിങ് ആണ് അവർ ചെയ്യുന്നത്? അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്ലാൻ താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല. പ്ലാനിങ് ഒക്കെ ഒരുപാട് ഉണ്ടാവുമായിരിക്കും, പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് നടപ്പാക്കപ്പെടുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നത് അവർക്ക് വേണം, അവരുടെ സംസ്ഥാനത്തിന് അത് വേണം എന്നൊരു വിഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിശ്ചയദാർഢ്യം അവർക്കുള്ളത് കൊണ്ട് അവരത് നടപ്പാക്കുന്നു. സാറ്, നമുക്ക് കേരളത്തിൻ്റെ ഇതിലേക്ക് മാത്രമായിട്ട് തിരിച്ചു വരാം. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിക്കാൻ അവസരം കിട്ടിയത് ഇടതുപക്ഷ മുന്നണിക്കാണ്. സഖാവ് പിണറായി വിജയൻ തുടർച്ചയായിട്ട് ഈ 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ഈ 10 വർഷത്തെ ഭരണത്തിൽ അദ്ദേഹത്തിന് എത്ര, ഞാൻ ഒരു ഇതായിട്ട് ചോദിക്കുന്നല്ല, എന്നാലും അദ്ദേഹത്തിന് എത്ര മാർക്ക് കൊടുക്കാൻ കഴിയും ഈ കേരളത്തെ ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷമാക്കുന്നതിൽ, അതുപോലെ മറ്റ് പല കാര്യങ്ങളിലും അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു മുഖ്യമന്ത്രിക്ക് ക്രമസമാധാന നില ഇതെല്ലാം പരിഗണിച്ചോളൂ അദ്ദേഹത്തിന് നമുക്ക് എത്ര മാർക്ക് കൊടുക്കാൻ കഴിയും ഔട്ട് ഓഫ് 10? അതൊരു വല്ലാത്ത കുഴക്കണ ചോദ്യമാണ്. കാരണം പല കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ നെഗറ്റീവ്സ് ആണ് കൂടുതൽ കാണുന്നത്. വ്യവസായത്തിന്റെ കാര്യത്തിലായാലും ശരി, ക്രമസമാധാനത്തിന്റെ കാര്യത്തിലായാലും ശരി, അതേപോലെ വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും ശരി. ഇതൊക്കെ ഈ ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞ പോലെ പേപ്പറിലുള്ള വികസനം മാത്രം നടത്തിക്കൊണ്ട് കാര്യമില്ല. അത് പ്രാക്ടിക്കലിലേക്ക് താഴെ തട്ടുള്ള ജനങ്ങളിലേക്ക് അത് എത്തുന്നുണ്ടോ എന്നതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അദ്ദേഹം ശ്രമിക്കുന്നുണ്ടാവാം, പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എവിടെയൊക്കെയോ തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അത് നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, ഇതേ ചോദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചാണെങ്കിൽ അങ്ങേക്ക് എന്താണ്? അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിനുള്ള വിഷൻ അടുത്ത 5 വർഷത്തേക്ക്, അടുത്ത 10 വർഷത്തേക്കൊന്നല്ല, അടുത്ത 50 വർഷത്തേക്കുള്ളതാണ് അദ്ദേഹത്തിന്റെ വിഷൻ. അത് ഇപ്പോഴേ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. 1, 2, 3 എന്ന് പറഞ്ഞ് കറക്റ്റ് ചെയ്തു പോകും. ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോന്ന് കഴിയുമ്പോൾ അത് ടിക്ക് ചെയ്ത് പോവാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഏത് കാര്യമാണ് ചെയ്യാതിരുന്നതിൽ? അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യം ഓരോന്നെടുത്ത് പറയുന്നില്ല. അല്ല, ഇനിയിപ്പോ ശരിക്കും പറഞ്ഞാൽ നടക്കാനുള്ളത് യൂണിഫോം സിവിൽ കോഡ്, അതെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ സാവധാനം അതിന്റെ ഒരു സമയമാകുമ്പോൾ വരും. അത് കുറച്ച് രാഷ്ട്രീയ സാഹചര്യവും ഇന്ത്യയിലത്തെ പല സാഹചര്യങ്ങളും നോക്കിയിട്ട് അത് വേണ്ട സമയത്ത് അത് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നയതന്ത്ര തലത്തിൽ, വിദേശകാര്യ തലത്തിൽ, പ്രതിരോധ മേഖലയിൽ ഒക്കെ നമുക്ക് സംസ്ഥാനവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സംസ്ഥാനത്തിന് ഇല്ലാത്ത ചില വകുപ്പുകൾ അതൊക്കെയാണ് കേന്ദ്രത്തിലുള്ള. അവിടെയൊക്കെ നല്ല പെർഫോമൻസ് ആണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതവിടെ നിൽക്കട്ടെ. ഈ വ്യവസായത്തിന്റെ കാര്യത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, ഈ നമ്മൾ കേന്ദ്ര സർക്കാരിനെയും സംസ്ഥാന സർക്കാരിനെയും കൂടി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ നരേന്ദ്രമോദി സർക്കാരിന് ഒരു നല്ല പെർഫോമൻസ് ആണ് എന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായും വളരെ നല്ല പെർഫോമൻസ് തന്നെയാണ്. വിദേശത്തു നിന്നുള്ള നിക്ഷേപകരെ അടക്കം ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്
അവരിവിടെ ക്ഷണിച്ചു വരുത്തി അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹം ബിസിനസ്സുകൾ ഒരുപാട് ഇൻഡസ്ട്രികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതേ പോളിസി എന്തുകൊണ്ട് കേരള ഗവൺമെൻറ് ചെയ്തുകൂടാ എന്നാണ് എൻ്റെ ഒരു സംശയം. എൻ്റെ ചോദ്യവും അത് തന്നെയാണ്. മറ്റ് സംസ്ഥാനം, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിന് ആ ഒരു വിഷൻ ഉള്ളതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ ബിസിനസ്സുകാരെ കൊത്തിയെടുത്ത് അവർ കൊണ്ടുപോകുന്ന പോലെ നമ്മൾ എന്തുകൊണ്ട് തിരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒടുവിലത്തെ ഒരു ഉദാഹരണം, ചിപ്പ് ഇൻഡസ്ട്രി ഇനി ഇന്ത്യയിൽ വലിയ രീതിയിൽ വികസിക്കാൻ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രി. നമുക്ക് ഭാവി എന്താണെന്ന് അറിയില്ല. എങ്കിലും ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഒരു 79,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരികയാണ്. ഇത് കൊണ്ടുപോയ സംസ്ഥാനത്തിന്റെ പേര് കേട്ടാൽ നമ്മൾ സത്യത്തിൽ ഞെട്ടിപ്പോകും. അത് കർണാടകയല്ല, അത് തമിഴ്നാടല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ വികസിച്ച് നിൽക്കുന്ന ഒരു സംസ്ഥാനമല്ല. കേരളം അതിൻ്റെ അടുത്തെങ്ങും വരുന്നില്ല. അത് കൊണ്ടുപോയത് ആസാമാണ്. അതായത് 79,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം ചിപ്പ് ഇൻഡസ്ട്രിയിൽ, ചിപ്പ് ഡെവലപ്മെന്റ് മേഖലയിൽ കൊണ്ടുപോയിരിക്കുന്നത് ആസാമാണ്. അപ്പോഴാണ് ആസാമിൽ നടക്കുന്ന ഡെവലപ്മെന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പുതിയ റോഡുകൾ, മേൽപ്പാലങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, പുതിയ എയർപോർട്ടുകൾ, വലിയ രീതിയിൽ അടിസ്ഥാന സൗകര്യ വികസനം അവിടെ നടപ്പാക്കുന്നു. ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനവും കിട്ടുന്നു. ഇതിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പ്രതിഫലനം ഇനി വരും സമയങ്ങളിൽ മലയാളി വരെ അവിടെ പോയി ജോലി ചെയ്യാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നത് ആസാമിയും ബംഗാളി എല്ലാം ഇവിടെ വന്ന് കൂലിപ്പണി എടുക്കും. ഇനിയിപ്പോ മലയാളി IT എഞ്ചിനീയർ ആസാമിൽ പോയി ജോലി ചെയ്യേണ്ട അവസ്ഥ. ജോലിക്ക് മാത്രമല്ല, ഞാൻ കേരളത്തിലെ ഈ പറഞ്ഞ പോലെ ഈ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. വിദ്യാഭ്യാസ രംഗം ഇവിടെ പഠിക്കുന്ന കുട്ടികൾ +2 കഴിഞ്ഞാൽ പിന്നെ അത് പകുതിയോളം കുട്ടികൾ, അല്ലെങ്കിൽ പകുതിയല്ല, അത്യാവശ്യം നല്ലൊരു ശതമാനം ബാംഗ്ലൂർ, ഔട്ട് ഓഫ് കേരള പോവാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അവരത് അങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട, അവർ വിചാരിക്കുന്നില്ല, അവർക്ക് വളരെ ലളിതമായിട്ട് പറയാം. ഒരു ആർട്സ് വിഷയത്തിൽ, അതായത് BA ഹിസ്റ്ററി അല്ലെങ്കിൽ BA പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ BA എക്കണോമിക്സ് പഠിക്കാൻ ഒരു കുട്ടി, എൻ്റെ പരിചയത്തിലുള്ള ഒരു കുട്ടി, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളാണ്, ആ പെൺകുട്ടി പോയിരിക്കുന്നത് കാശിയിലൊരു യൂണിവേഴ്സിറ്റിയിലാണ്. അത് മിടുക്കിയായിട്ട് അവിടെ പഠിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ആ കുട്ടി പറയാണ്, ഇവിടെ പഠിച്ചാൽ ഒരു രക്ഷയില്ല, എനിക്കൊരു ലക്ഷ്യമുണ്ട്, അത് സാധിക്കണമെങ്കിൽ അവിടെ എവിടെയെങ്കിലും. അവൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ട്രൈ ചെയ്തിരുന്നു, അവിടെ കിട്ടുകയും ചെയ്തു. പക്ഷെ ആ കുട്ടി തിരഞ്ഞെടുത്തത് കാശിയിലെ യൂണിവേഴ്സിറ്റിയാണ്, ഒരു വനിതാ കോളേജാണ് അത് തിരഞ്ഞെടുത്തത്. കുട്ടിയുടെ ഉദ്ദേശം സിവിൽ സർവീസാണ്. അതിന് പക്ഷെ അത് പറയുന്നത് കേരളത്തിൽ പഠിച്ചിട്ട് കാര്യമില്ല, ഞാനത് എത്തില്ല, അവിടെ എനിക്ക് ഉറപ്പുണ്ട്, അവിടെയാണെങ്കിൽ എനിക്ക് ആ ലക്ഷ്യം സാധിക്കാൻ കഴിയും. നമ്മുടെ അടിസ്ഥാന വിദ്യാഭ്യാസ നയത്തിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഒരു പെൺകുട്ടിയാണെന്നും കൂടി ആലോചിക്കും. അതെ. അപ്പൊ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ ചിന്തിക്കുന്ന അങ്ങനെയാണ്. അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അവർ നല്ലപോലെ ബോധേഡാണ്. ഏത് കോളേജിൽ, ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒരു കുട്ടികളെ +2 വരെ പഠിപ്പിക്കണം എന്നൊരു കാര്യം കൊണ്ട് എന്തെങ്കിലും പഠിപ്പിച്ച് പുറത്തു വിടുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രൊഡക്റ്റീവ് അല്ല, നോൺ പ്രൊഡക്റ്റീവ് ആണ്. അവർ ഈ +2 കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അറിയുന്നില്ല. അവരെ ഗൈഡ് ചെയ്യാനും ആരുമില്ല. അവര് വീട്ടിലോ കുടുംബത്തിലോ ഫ്രണ്ട്സിന്റെ ആരുടെയെങ്കിലും ഉപദേശം, ഒരു ചെറിയ വിഭാഗം ഒഴിച്ചാൽ അപ്പം ഇങ്ങനെ ആരെങ്കിലും കൊടുക്കുന്ന ഉപദേശം അനുസരിച്ച് അവര് എന്തൊക്കെയോ പഠിക്കുന്നു. എന്തിനാത് പഠിക്കുന്നു എത്തുന്നില്ല. ഈ പഠനത്തോടൊപ്പം അവർക്ക് ഈ സാങ്കേതിക പരിശീലനങ്ങൾ നൽകുക, അങ്ങനെയുള്ള നൈപുണ്യ വികസനം, അതേപോലെ അവർക്ക് വേണ്ട കരിയർ ഗൈഡൻസ് കൊടുക്കുക, ഇതൊക്കെ എല്ലാം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഒരുവിധം ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു. പക്ഷെ കേരളത്തിലാണ് നമ്മൾ ഒരു കാലത്ത് നമ്പർ 1 ആയിരുന്ന കേരളം ഇന്ന് ഏറ്റവും പുറകിൽ കിതയ്ക്കുന്ന ഒരു സാഹചര്യം. എന്തായാലും ഒരല്പസമയം നമ്മളോടൊത്ത് ചെലവഴിക്കാൻ അങ്ങേ കിട്ടിയതിൽ വളരെയധികം നന്ദിയുണ്ട്. ഇത്തരം വിഷയങ്ങളുമായിട്ട് പ്രത്യേകിച്ചും അങ്ങേ പോലെയുള്ള വ്യവസായികൾ, അനുഭവ സമ്പത്തുള്ളവർ, പരിചയസമ്പന്നരായവർ, അവരൊക്കെയാണ് നമ്മുടെ വരും തലമുറയെ ഈ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതും നയിക്കേണ്ടതും. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ചർച്ച നമ്മൾ നടത്തിയത് തന്നെ. എന്തായാലും വളരെ നന്ദി. വീണ്ടും കാണാം. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.